പിണറായി വിജയന്റെ മകന് സമൻസ് അയച്ചു എന്ന് ഇ ഡി പറയുമ്പോൾ അങ്ങനെ ഒരു സമൻസയെ കണ്ടിട്ടില്ല എന്ന് വിജയൻ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? വളരെ സംശയാസ്പദമാണ്. ശബരിമലയിലെ കാര്യങ്ങൾ പോലെ അവരാരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നത് പോലെ വലിയൊരു ഒഴിച്ചു മാറലാണ്. ഇപ്പം ആദ്യം പറഞ്ഞിരുന്നത്, ആ പത്രം തന്നെ പറഞ്ഞിരുന്നത്, ഇത് ലൈഫ് മിഷൻ കേസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ലൈഫ് മിഷൻ കേസിലാണെന്നുള്ളതാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ലാവ്ലിൻ കേസിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. ലാവ്ലിൻ കേസിലാണ്. ലാവ്ലിൻ കേസിൽ അബുദാബിയിലുള്ള ഈ പയ്യൻ, അബുദാബിയിലാണ് വിവേക് കിരൺ, പിണറായി വിജയൻ്റെ മകൻ ഉള്ളത്. അദ്ദേഹം ഈ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ അവിടെയുണ്ട്. അദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സമൻസ് അയച്ചത്. ഈ സമൻസ് അയച്ചപ്പെടുന്നവരെല്ലാം കുറ്റവാളികളാണെന്നൊന്നും ആരും കരുതുന്നില്ല. ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് പലപ്പോഴും വിളിക്കാറുള്ളത്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ കത്ത് അയച്ചിരുന്നത് നമുക്ക് വ്യക്തമാവും, നമുക്കിത് ഉള്ളത് അറിയാവുന്നത്, ആ കത്ത് അയച്ചിരിക്കുന്ന ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്നുള്ള പേരിലാണ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. പക്ഷെ അദ്ദേഹം അവിടെ അല്ല ഉള്ളത്, ഈ മകൻ അവിടെയല്ല ഉള്ളത്. ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലില്ല എന്നുള്ള മറുപടിയിൽ അത് റീഡയറക്റ്റ് ചെയ്യപ്പെട്ടു. അതാണ്, ആരും സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇത് ഒപ്പിട്ട് വാങ്ങിക്കേണ്ട കത്ത, ഒപ്പിട്ട് വാങ്ങിക്കാൻ ആളവിടെ ഇല്ല. അപ്പോൾ ആ ക്ലാരിഫിക്കേഷൻ എന്നുള്ളത് അവിടെ അങ്ങ് നിർത്തി ക്ലോസ് ചെയ്തു. പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനൊരു സമൻസെ അറിയില്ല എന്നാണ്. ഇങ്ങനൊരു സമൻസിനെ കുറിച്ച് അറിയില്ല, ഇതെങ്ങനെയാണ് മനോരമ എന്ന് പറയുന്നത് ലഭിച്ചത് എന്നുള്ളതാണ്. അത് പറയാം. പുള്ളി വളരെ നയതന്ത്ര കുശലനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണല്ലോ, സീസൺഡ് പൊളിറ്റീഷ്യനാണ്. അത് പറയാം, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറയാം. കാരണം ഇത് ഒപ്പിട്ട് ആരെങ്കിലും വാങ്ങിച്ചെങ്കിൽ മാത്രമേ അത് നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. നമുക്ക് തെളിവൊന്നുമില്ല അതിന്. ഇത് അയച്ചു എന്നുള്ളത് ഇപ്പം നമ്മൾ മേ ബി റീഡാക്ടർ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ തെളിവുണ്ട്. അല്ലാതെ ക്ലിഫ് ഹൗസിൻ്റെ പേരിൽ വിവേക് കിരൺ എന്ന് പറഞ്ഞൊരു അഡ്രസ്സിൽ ഒരു കത്തയച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. വിവേക് കിരണിൻ്റെ ശരിയായ അഡ്രസ്സ് അറിഞ്ഞിട്ട് അവിടോട്ടാണ് അയക്കേണ്ടത്. ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. അവിടെ ഇല്ലാത്തവരെ ആരിൻ്റെ പേരിലാണ് കത്ത് വന്നിരിക്കുന്നത്. വീട്ടുകാർ കത്ത് വാങ്ങിച്ചാൽ ഓക്കെ, അങ്ങനെ ചെയ്യാറുണ്ട്. വീട്ടുകാരെ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. പക്ഷേ ഇവിടെ ഓതറൈസ് ചെയ്ത് വെച്ചാൽ തന്നെയും ഞങ്ങൾക്ക് ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് തിരിച്ചയക്കാൻ സാധ്യതയുണ്ട്. അപ്പം വീണ്ടും ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, വീണ്ടും സമൻസ് അയക്കും. മറുപടി വന്നില്ലെങ്കിൽ വീണ്ടും സമൻസ് വേണമല്ലോ, അങ്ങനെയാണല്ലോ. അതും കിട്ടിയില്ലെങ്കിൽ നേരിട്ട് വന്ന് ആളോട് റെയ്ഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇഡിയുടെ ഒരു രീതി. അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 2023 ഫെബ്രുവരി മാസം 14-ാം തീയതി ഹാജരാകണമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു തുടർ നടപടി ഉണ്ടാകുന്നില്ല, മൗനമാണ്? അതെന്തുകൊണ്ടായിരിക്കും? അതപ്പോൾ ഒതുക്കി തീർത്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ഈ നമുക്കൊക്കെ അസ്മാദൃശ്യർക്കൊക്കെ ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളായും പറഞ്ഞു. പക്ഷേ ഈ പറയുന്നത് പോലെ മായാജാലം, ഇന്ദ്രജാലം, ഇതൊക്കെ മഹേന്ദ്രജാലം, ഇതൊക്കെ വശമായിട്ടുള്ളവർക്ക് ഇതൊക്കെ കുഴപ്പമില്ല. കാരണം ഇത്രയും വലിയൊരു കേസ് 39 തവണ മാറ്റിവെച്ചത് തന്നെ ഒരു മായാജാലമല്ലേ, മഹേന്ദ്രജാലം. അത് ആരാണ് ഇതിന് പിന്നെ ഇങ്ങനെ ഒരു നമുക്കറിയില്ലല്ലോ. നമുക്ക് എവിടെയോ ഒരു അല്ലാതെ ഇങ്ങനെ മാറ്റി വെക്കാൻ കഴിയും? അങ്ങനെ സുപ്രീം കോടതിയിലൊക്കെ ഒരു കേസ് 39 തവണ 40 തവണയൊക്കെ മാറ്റി വെക്കുക എന്ന് പറയുന്നൊരു, താങ്കൾ പറയുന്ന വാചകം എടുക്കുകയാണെങ്കിൽ മായാജാലം നടക്കാൻ മായാജാലമാണ്. മായാജാലത്തിനെ കുറിച്ച് ആർക്കറിയാം? അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് മാത്രം സാർ അതല്ല, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോ അല്ലെങ്കിൽ കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുടെ ഇടപെടലോ ഉണ്ടെന്നൊക്കെയാണല്ലോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ പറയാം. അങ്ങനെ ഒരു ഇടപെടൽ ഇതിനകത്തുള്ളത് കൊണ്ട് ഇങ്ങനെ മാറ്റിവെക്കപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയാണ്? കേന്ദ്ര സർക്കാരിന് ഉന്നത തലങ്ങളിലുള്ള ഇടപെടൽ കൊണ്ടല്ലാതെ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. അത് ഉറപ്പിച്ചു പറയും. അത് നമുക്ക് നമ്മളുടെ എനിക്ക് മറ്റൊരു സംശയം തോന്നുന്നതാണ്. നമുക്കിത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു ഉന്നത കേന്ദ്രങ്ങളിലുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് ആരോപിക്കുന്നവർ ഒരു CJP ബന്ധം, BJP ബന്ധമല്ല, CJP ബന്ധം, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ ഒരു ചിന്തയിൽ എനിക്ക് തോന്നുന്നത്, ഈ പിണറായി വിജയനെ കുരുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കുരുക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അഴയെണ്ണിക്കുക എന്നൊരു സമീപനം അതിന് പിന്നിൽ BJPക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെയാണോ കൊണ്ടുപോകുന്നത്? ഞാൻ ആ TP സെൻകുമാറിന്റെ വേർഷനാണ് ഇഷ്ടപ്പെടുന്നത്. കരുവന്നൂർ കേസിലാണ് പറഞ്ഞതെങ്കിലും 2026 കഴിയാതെ ഇവിടെ ഒരു അറസ്റ്റും നടക്കാൻ പോകുന്നില്ല, ഒന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ BJPയുടെ ചില ആൾക്കാരിൽ നിന്നും അറിഞ്ഞു കഴിഞ്ഞതാണ്, ഇത് പിണറായി പോവുകയാണെങ്കിൽ വരാൻ പോകുന്നു കോൺഗ്രസ് വരണമെന്ന് BJP ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പിണറായി തന്നെ വന്നോട്ടെ, സ്വയം നശിച്ചു പോയിക്കോട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്, ഒരു രാഷ്ട്രീയ ചാണക്യ തന്ത്രമാണ് BJPയുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഈ 2026 ശരിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അല്ല, 2026 എന്തായാലും
BJPക്ക് അധികാരം കിട്ടുന്ന തരത്തിലേക്ക് ഒരു സമീപനം ഇവിടെ കേരളത്തിലുണ്ടാവും. അങ്ങനെ ഒരു രാഷ്ട്രീയമായിരിക്കും. 26 അവർ പ്രതീക്ഷിക്കുന്നില്ല. 26 ശക്തി വർദ്ധിപ്പിക്കുക. അതെ, അതിനടുത്ത അവിടെ ആ ശക്തി വർദ്ധിപ്പിക്കലിന് പിന്നിൽ ഈ CJP ബന്ധം ആരോപിക്കപ്പെടുന്നതിൽ കഴമ്പുണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. വേണമെങ്കിൽ അങ്ങനെ ഒരു തന്ത്രം അവർക്ക് പയറ്റാം. അമിത്ഷായ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു തന്ത്രം പയറ്റാം. ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റിനെ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ നിഷ്കാസനം ചെയ്യുക അല്ലേ. അങ്ങനെ പറയുമ്പോഴും പറയപ്പെടുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ബീഹാറിൽ അവർ കൂട്ടിലാണ്. ഇപ്പൊ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, മുന്നണിയിൽ അവർ കൂട്ടിലാണ്. അപ്പൊ അങ്ങനെ ഒരു കക്ഷി എങ്ങനെയാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, MA ബേബിയെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങുമോ? MA ബേബിയൊക്കെ പോയി സാർ, MA ബേബിയൊക്കെ പോയി. കാരണം MA ബേബിയെ കുറിച്ച് ഇന്നത്തെ ഒരു വാദങ്ങളില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വിവേകരണമായിട്ട് വന്ന സമൻസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആ സമൻസ് തെറ്റിദ്ധരിച്ചു വന്നതാണ്, അതിനുശേഷം അതിനെ മടക്കി അയക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞൊരു സമീപനം സ്വീകരിച്ചു. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരിൽ സമൻസ് അയച്ചു എന്നുള്ളത് അയാൾ ഉറപ്പിക്കുകയാണ്. MA ബേബി സഖാവ് ഉറപ്പിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരം പത്രസമ്മേളനം നടത്തുമ്പോൾ രാജാവ് പറഞ്ഞു, പിണറായി രാജാവ് പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ ഒരു സമൻസ് വന്നിട്ടില്ല, അതൊക്കെ ബേബിക്ക് എന്റെ അറിവിലില്ല, ബേബിക്ക് അതൊക്കെ തെറ്റ് പറ്റിയ അറിവില്ലായ്മ കൊണ്ട് പറയുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് ദേശീയ സെക്രട്ടറിയൊക്കെ ഈ പറയുന്ന പോലെ ഒരു അറ്റത്തിരുന്നോളണം, എന്റെ അടുത്ത് സംസാരിക്കരുത് എന്നുള്ള തരത്തിലേക്ക് കൃത്യമായിട്ടുള്ള മറുപടിയാണ് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് MA ബേബിക്ക് ഇവിടെ വോയിസ് ഒന്നുമില്ല, പാർട്ടിയൊന്നും ഇല്ല സാർ ഇപ്പം. അല്ലെങ്കിൽ തന്നെ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല പിണറായി വിജയൻ. പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് എല്ലാവരും അയാളിലേക്ക് അടുക്കുക. അതാണ് ഈ ഒരു സോളാർ സിസ്റ്റത്തിലേക്ക് എല്ലാവരും അടുത്ത് ചേരുക എന്നുള്ളതല്ലാതെ ആ പുള്ളിയെ അതിലേക്ക് നയിക്കാൻ വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നതും ഈ സർക്കാരിനെ നയിക്കുന്നതും ഒക്കെ പിണറായി വിജയനാണ്. പിണറായി എന്ത് പറയുന്നു അത് മാത്രമേ നടക്കൂ. അല്ലാതെ ഇവിടെ MA ബേബിക്കോ MP ഗോവിന്ദനൊന്നും ഒരു റോളുമില്ല. വലിയൊരു ഏകാധിപതിയെ പോലുള്ള ഒരു സംഭവമാണത്. ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം ഗോവനെ. അതായത് നിയമസഭയിൽ വെച്ച് മാത്യു കുഴൽനാടൻ വളരെ നേരത്തെ തന്നെ ED ഇടപെടുന്നതിന് മുമ്പ് CMRL കേസ് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ട്, ഇത്തരം ഒരു സ്ഥാപനം ഇങ്ങനെ കമ്പനി, അതായത് വീണ വിജയന്റെ കമ്പനിക്ക് വെറുതെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ വാക്യങ്ങൾ അതായിരിക്കില്ല, ഒരു ആരോപണം അവിടെ കൊണ്ടുവന്നു. അപ്പം മുഖ്യമന്ത്രി ചുമതല എന്ത് തോന്നിയ ദിവസം പറയണമെന്നാണോ, പച്ചക്കള്ളമാണ് നിങ്ങൾ പറയുന്നതാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പച്ചക്കള്ളം ED തന്നെ ഏറ്റെടുത്തു. അതുപോലെ തന്നെ കമ്പനി ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഏജൻസി ഏറ്റെടുക്കുകയുണ്ടായി. ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ചെയ്തു. ആ കേസ് ഇപ്പോഴും കറങ്ങി കിടക്കുകയാണ്. ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞ് വീണ വിജയന്റെ കേസ് വീണ്ടും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമനെ പോയി കണ്ടത്. അപ്പം കണ്ടോ. അപ്പോൾ അസംബ്ലി പോലും അദ്ദേഹം അത് പറയുമ്പോൾ സഭയുടെ അവകാശ ലംഘനമാണെന്ന് ഒരൊറ്റ ആളും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പേടിയാണോ ഇദ്ദേഹത്തെ എന്നുള്ളതാണ് എൻ്റെ സംശയം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, മാത്യു കുഴൽനാടനെ ഉദ്ദേശിച്ചല്ല, നിങ്ങൾ പറഞ്ഞു എൻ്റെ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്യം. ഇവിടെ കൈകൾ ശുദ്ധമാവുന്നതിൻ്റെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ സാനിറ്റൈസർ വെച്ച് സോപ്പ് വെച്ച് കഴിക്കാനൊക്കെ ശുദ്ധമാണ്. പക്ഷെ മനസ്സ് ശുദ്ധമാണോ എന്നുള്ളതാണ് വലിയ പ്രധാനം. ഇപ്പോൾ നിങ്ങൾക്ക് കൈകൾ ശുദ്ധമാണ്, നോട്ട് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ലെങ്കിൽ കൈകൾ ശുദ്ധമാണ്, ശരി. പക്ഷെ നോട്ട് വേറൊരാൾ വഴി നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ കൈകൾ ശുദ്ധമായിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ ഇടപാടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം അഴിമതി മുക്തമല്ല എന്നതിൻ്റെ അർത്ഥം. ഞാൻ ആരോപിക്കുകയല്ല, കാരണം നമുക്ക് തെളിവില്ല. നമ്മൾ ആരോപിക്കുന്നത് ശരിയായിട്ടുള്ള പത്രപ്രവർത്തനമല്ല, വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ അതിന് സാഹചര്യമുണ്ട്. കൈകൾ ശുദ്ധമായിട്ട് കാര്യമില്ല. നമ്മുടെ എല്ലാത്തരം പ്രവർത്തനങ്ങൾ ശുദ്ധി വേണം. പ്രവർത്തന ശുദ്ധി, കർമ്മശുദ്ധി എന്ന് പറയും. ആ കർമ്മശുദ്ധി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വലുതായിട്ട് വരുന്നുണ്ട്. ശബരിമലയുടെ ഗാനത്തിൽ കാണിക്കുന്ന ഈ അനാസ്ഥ വളരെ ഗൗരവമായിട്ടെടുത്ത് ഉണ്ണികൃഷ്ണൻപോറ്റിയെ നേരത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്താ? 2015 അയാൾ കാണിച്ച വെട്ടിപ്പുകൾ പുറത്തു വന്നപ്പോൾ വിജിലൻസിനെയാണ് അവർ അറസ്റ്റ് ചെയ്ത് പുറത്താക്കിയത്. അല്ല, വിവേകിനെ അറസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ വിവേകുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളിൽ വിവേകിനെ അറസ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞു. വിവേക് സമൻസ് കൈപ്പറ്റി അവിടെ ചെന്ന് ഹാജരാകേണ്ടതാണ്. എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ EDക്ക് ചോദിച്ചറിയേണ്ടതുമാണ്. അങ്ങനെ ഒരു സാമാന്യ മര്യാദ കാണിക്കാതെ മാറി നിൽക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അല്ല. അത് 100% തെറ്റാണ്. ഇത് എന്നിട്ട് പറഞ്ഞു എൻ്റെ മക്കൾ പിന്തുടരുന്നത് എൻ്റേതുപോലുള്ള കളങ്കരഹിതമായ രാഷ്ട്രീയം. ജനങ്ങൾക്ക് ഇത് ബോധ്യമാവണമെങ്കിൽ പറയുന്നതിൽ സത്യമുണ്ടെന്ന് തോന്നണം. പിണറായി വിജയന്റെ പേരിൽ കേസ് വരുന്നു, വേറെ ഏതെങ്കിലും മന്ത്രിയുടെ പേരിൽ അങ്ങനെ കേസ് വന്നു. ഇവർക്ക് വേട്ടയാടാനാണെങ്കിൽ വേറെ ആരെങ്കിലും പേരിലാകാമല്ലോ, MA ഗോവിന്ദന്റെ പേരിലാകാമല്ലോ, MA ബേബിയുടെ മക്കളുടെ പേരിലാകാമല്ലോ. പിണറായി വിജയൻ മാത്രം വരുമ്പോൾ അതിലെന്തോ പുകയുണ്ട് വരുന്നത്, എന്തോ തീയോ കനൽ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ചാരം മൂടി കിടക്കുകയാണ് കനൽ. ആ കനലെന്ന് പറയുന്നത് ശരി, ആ കനൽ അവിടെ ഉണ്ട്.
അല്ല, ഈ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇദ്ദേഹത്തിനെ കണ്ടെത്തണമെങ്കിൽ അന്ന് ക്രൈം നന്ദകുമാറും ഇതേ ഇത് കൊടുത്തിരുന്നു, സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. സ്വപ്ന സുരേഷിൻ്റെയും ഒപ്പം തന്നെ ക്രൈം നന്ദകുമാറിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് സമാന രീതികളിലുള്ളതാണ്. ഓക്കെ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ശിവശങ്കറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ശിവശങ്കറിൻ്റെ കൂട്ടുകാരിയാണല്ലോ സ്വപ്ന സുരേഷ്. അത് വരുമ്പോൾ ഈ ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, അതുപോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ പദ്ധതി, ഇതിലെല്ലാത്തിലും ശിവശങ്കറിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. ശിവശങ്കറുമായിട്ട് സംസാരിക്കുന്ന ഏകദേശം 3 ദിവസത്തോളം വിളിച്ചിരുത്തി സംസാരിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന അറസ്റ്റ് ചെയ്യുന്നത്. അതാണല്ലോ സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് ഈ സമൻസ് അയക്കുന്ന ആളോട് ഈ സാറിന് ആദ്യം പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള നിങ്ങൾ പ്രതിയാണെന്നോ വാദിയാണെന്നോ ഒന്നും പറയുന്നില്ല, സാക്ഷിയാണെന്നോ ഒന്നും പറയുന്നില്ല. വരിക, ഞങ്ങളുടെ ചില സംശയങ്ങൾ ചോദിച്ചറിയുക, അതിനുശേഷം മാത്രമാണ് ഈ പറയുന്ന അറസ്റ്റ് അല്ലെങ്കിൽ പ്രതിയാണോ സാക്ഷിയാണോ എന്നൊക്കെ വരുത്തി തീർക്കുക. അതാണല്ലോ ED ഒരു രീതി, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അതിന് പോലും തയ്യാറാകുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് മാറി നിൽക്കുന്നു, ഭയപ്പെടുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുക. സമൻസിനെ നമുക്ക് സമൻസ് വന്നു എന്ന് പറഞ്ഞ ഒരു നാണക്കേടില്ല. അതെ, നമ്മൾ പറയുന്നത് കള്ളമാണോ എന്ന് നമ്മൾ ജനങ്ങൾ സംശയിക്കുമ്പോൾ അവർ നാണക്കേട്. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാരെ കണ്ടെത്തുക, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ആയിട്ട് സഹകരിക്കാൻ കഴിയുന്നവരെ കണ്ടെത്തുക, അതിനോട് ചേർന്ന് നിൽക്കുന്നവരുമായിട്ട് അവരെ കാല് പിടിക്കുക, അതിനൊക്കെ ശേഷം മകനെയും മകളെയൊക്കെ രക്ഷിച്ചെടുക്കുക എന്ന് പറയപ്പെടുന്നതിന് പിന്നിൽ സംഭവം എന്തൊക്കെ നടക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ കനലുണ്ട്, അതിനകത്ത് ഒരു കനൽ എരിയുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പുക ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. കനൽ ചിലപ്പോ ഒരു പക്ഷേ പിണറായി വിജയൻ ഭരണത്തിന്റെ അന്തകനായി തീരാൻ കാരണം അത് ആളിക്കത്തിയാൽ ജ്വലിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിവില്ല. അല്ല, അവിടെയാണ് സംഭവം. ജ്വലിച്ചാൽ കാറ്റടിച്ചാലും മതി, പ്രതിപക്ഷം വേണമെന്നില്ല. കാറ്റടിച്ചാൽ അത് അന്തക അഗ്നിയായിട്ട് മാറാം, അന്തക പാവകനായിട്ടത് മാറാനുള്ള സംശയം ബാക്കി നിൽക്കുന്നത് എന്താണ് സാർ? അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിയും തോന്നുന്നില്ല. കാരണം അവരുടെ ഒരു അവസ്ഥ ദയനീയമാണ്. കോൺഗ്രസിൽ പരസ്പരം പഴിയാറിലും വെട്ടും കുത്തലുമായിട്ട് നടക്കുന്നുണ്ട്. അവരെ നമുക്ക് ഇനി പ്രതീക്ഷിക്കേണ്ട. പകരം ഇവിടെ ഈ BJPയും CPM തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഈ നടക്കുന്ന പരിപാടികളുണ്ടല്ലോ, ഈ അന്തർധാരകൾ, സജീവമാകുന്ന അന്തർധാരകളുണ്ട്. ഈ സജീവമാകുന്ന അന്തർധാരകളിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും BJP CPM-നെ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ CPM വിജയിക്കട്ടെ, വീണ്ടും ഭരിച്ച് ഏറ്റവും മുകളിലെത്തിയതിനു ശേഷം താഴേക്കിടുക എന്ന് പറയുന്ന സിസ്റ്റമാണ് BJP യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവർ ഭരിച്ച് അവസാനം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഇല്ലാതെ നശിച്ചു പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തണം. മാത്രമല്ല, ഇവർക്ക് 2026 ആകുമ്പോഴത്തേനും ഇനി ഒരിക്കലും ഭരണം കിട്ടില്ല എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെ നല്ലൊരു വിഭാഗം ആൾക്കാർ BJP-യിലേക്ക് ചേക്കേറും. ഒപ്പം തന്നെ ഈ ലീഗ് എന്ന് പറയപ്പെടുന്നത്, ശക്തരായിട്ട് നിൽക്കുന്ന ലീഗാണല്ലോ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്, ലീഗ് എന്ന് പറയപ്പെടുന്നത് CPM-നോടൊപ്പം പോവുകയും ചെയ്യും. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ വരുന്ന ചിലപ്പോൾ 2030 ഒരു തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ 2029 ഒരു തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കേണ്ടി വരും. ആ തിരഞ്ഞെടുപ്പിലായിരിക്കും BJP അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത്. അവിടെ ആയിരിക്കും ഈ CPM-നെ തുടച്ചെറിയുന്നതും ലീഗ് എന്ന് പറയപ്പെടുന്ന സംവിധാനം ഇതിൻ്റെ ഒന്നും ഭാഗമല്ലാതായി തീരുന്നതും കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗമായി തീരുന്നത്. അങ്ങനെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ CJP-യുടെ ബന്ധം എന്ന് പറഞ്ഞ് ഇവർ ആരോപിക്കുന്നതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക്, അതായത് BJP-യുടെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത് 2030 കാലം സാക്ഷി.